സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പണം കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ ആശുപത്രിയിലെത്തി. 250 കോടിയിലധികം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് കമ്പനികളുടെ നടപടി. കോഴിക്കോട് ശസ്ത്രക്രിയാ ഉപകരണം തിരിച്ചെടുക്കാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാരുമായി ചർച്ച നടത്തുമെന്ന് വിതരണക്കാർ അറിയിച്ചു. മാർച്ചോടുകൂടി കുടിശ്ശിക നൽകുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും വീഴ്ച വന്നതിനെ തുടർന്നാണ് വിതരണക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദയും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുന്നു. ആദ്യം ശ്രീനന്ദയിലേക്ക്. ശ്രീനന്ദ, വിവിധ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ശസ്ത്രക്രിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം എന്താണ്? ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പണം കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ എത്തിച്ചേർന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും രോഹിണി, വിചിത്രമായ കുറച്ച് സംഭവങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശസ്ത്രക്രിയ ഉപകരണത്തിൻ്റെ പ്രതിസന്ധി കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലാണ് ഇപ്പോൾ സെപ്റ്റംബർ 1 വരെ വിതരണക്കാർ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ആശുപത്രി അധികൃതർക്ക് നൽകിയിരുന്നു. ഈ ഉപകരണങ്ങൾ തിരികെ എടുക്കുമെന്നുള്ളൊരു വിചിത്രമായൊരു കാര്യമാണ് വിതരണക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതിന് കാരണം മറ്റൊന്നുമല്ല, കൃത്യമായി അവർക്ക് നൽകാനുള്ള തുക നൽകിയിട്ടില്ല. അവർക്ക് നിരവധി തുകയുടെ പെൻഡിങ് ഇനിയും നൽകാനുണ്ട് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വിതരണക്കാർ ഈ ഉപകരണങ്ങളെല്ലാം തിരിച്ചെടുക്കും എന്നൊരു കാര്യം മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതിനായി വിതരണക്കാർ ആശുപത്രിയിലെത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തി സൂപ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതുവരെയും എന്താണ് ഉപകരണങ്ങൾ തിരികെ എടുത്തുകൊണ്ട് പോകുമോ എന്നൊരു കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് തന്നെയായിരിക്കും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു. കാരണം ഒരിക്കലും നൽകിയ ഉപകരണങ്ങളൊന്നും തന്നെ തിരികെ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറാകില്ല. എന്തായാലും അവർക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകി തീർക്കണം, മാർച്ച് വരെയെങ്കിലും ഉള്ള കുടിശ്ശികകൾ നൽകി തീർക്കണം എന്നുള്ളൊരു കാര്യമാണ് വിതരണക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വിതരണക്കാർ വന്നിരിക്കുന്നത്. ഇതുവരെയും അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരവധി തവണ ആരോഗ്യവകുപ്പിനോടും മന്ത്രിയോടും അതുപോലുള്ള മറ്റ് അധികൃതരോടും ഒക്കെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും നടപടികൾ യാതൊന്നും തന്നെ സ്വീകരിക്കാതെ ഒരു നിസ്സംഗ മനോഭാവം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക്, വളരെ വിചിത്രമായ ഒരു നീക്കത്തിലേക്ക് ആശുപത്രി വിതരണക്കാർ കടന്നിരിക്കുന്നത്. എന്തായാലും ഉപകരണങ്ങൾ വിട്ടു നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറാകില്ല. കുറച്ചു മുൻപ് വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി, ഈ ഒരു പ്രതിസന്ധി ഉണ്ടായി, അത് നീങ്ങാനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നു. പക്ഷേ നിരവധി തവണ ഇവർ ഇത് മന്ത്രിയെ പറഞ്ഞു കേൾപ്പിച്ചിട്ടും യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കഠിനമായൊരു നടപടിയിലേക്ക് വിതരണക്കാരും നീങ്ങിയതെന്നുള്ള സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഹിണി. ശരി ശ്രീനന്ദ. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും കൂടി ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട്ടെ സാഹചര്യവും വ്യത്യസ്തമല്ല. പക്ഷേ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വന്ന വിതരണക്കാരെ ആശുപത്രി അധികൃതർ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ സൂപ്രണ്ടുമാരുമായി ചർച്ച നടത്തും എന്ന് വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫലം കാണാനുള്ള സാധ്യത നിലവിൽ ഉണ്ടോ? രോഹിണി, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ശസ്ത്രക്രിയകൾ പലതും മുടങ്ങുന്നു, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. അങ്ങനെ പ്രതിസന്ധിയിലൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നു പോകുന്നത്. അപ്പോൾ പോലും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മളടക്കം ഈ കാര്യങ്ങൾ പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ പരിഹരിക്കാം എന്നൊരു വാക്ക് മാത്രമാണ് ആരോഗ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇന്ന് ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് നൽകിയ വിവിധ കമ്പനികളുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 250-ലധികം കോടി രൂപയാണ് ഇവർക്ക് ആശുപത്രിയിൽ നിന്ന് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനാണ് ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നത്. പക്ഷേ എടുക്കാൻ ഈ ആശുപത്രി അധികൃതർ സമ്മതിച്ചിട്ടില്ല. അവരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട്. എന്താ നിങ്ങൾ ആശുപത്രിയിൽ ഇപ്പോൾ വരാനുണ്ടായ സാഹചര്യം എന്താണ്? നമ്മൾ ഇന്ന് സ്റ്റോക്ക് വിഡ്രോ ചെയ്യാനായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം GH ഇത്രയും സെന്റേഴ്സിന് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കൺസൈൻമെന്റ് സ്റ്റോക്ക് തിരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്.
നമ്മളിവിടെ കാലിക്കറ്റ് സംസാരിച്ച സമയത്ത് നമുക്ക് പേയ്മെൻറ്റിനെ പറ്റിയൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സ്റ്റോക്ക് നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവർ തരാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്ത് വേണം, എന്താ നിലപാടെടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം എത്ര കോടി, 250 കോടി രൂപയാണോ തരാൻ? നമുക്ക് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കുമ്പം ജൂൺ വരെ 30 വരെ 158 കോടിയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്. അതിൽ ഓൾമോസ്റ്റ് കുറച്ച് എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 26-27 കോടിയോളം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ മാർച്ച് 31 വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓഗസ്റ്റിൽ അറിയിച്ചിരുന്നു. പക്ഷേ ആ പേയ്മെൻറ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇന്ന് ചർച്ച നടത്തിയത് ഫലം കണ്ടില്ലെങ്കിൽ അടുത്ത നടപടി എന്തായിരിക്കും? ഇന്നിപ്പം ഇതേ സമാനമായിട്ട് ബാക്കിയുള്ള മെഡിക്കൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വൈകിട്ട് അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി വൈകുന്നേരം കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തീരുമാനിക്കും നമ്മളെ കണ്ടെയ്ൻമെൻറ്റ് സ്റ്റോക്ക് തിരിച്ചു എന്താണ് അടുത്ത നടപടി വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നോ? നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലെറ്റർ കൊടുത്തതിന് ശേഷം നമുക്ക് ആകെയുള്ളൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. DMEയുടെ ആയിരുന്നു. ഒക്ടോബർ 3-ാം തീയതി DMEൻ്റെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ട് പേയ്മെൻറ്റ് തരുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് ഫലം കാണാത്തത് കൊണ്ടാണ് നമ്മളിന്ന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എടുക്കാൻ വന്ന സമയത്ത് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട് എന്നാണ് മനസ്സിലായത്. അവർ വിസമ്മതിച്ചു. നമ്മൾ അടുത്ത നടപടി എന്താ, നമ്മളെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കണം എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അതുതന്നെയാണ് രോഹിണി. ഏതെങ്കിലും തരത്തിൽ ഈ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ്. ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങാനുള്ള സാഹചര്യം പോലും ഉണ്ടാകും എന്നാണ്. എന്തായാലും ഈ ശസ്ത്രക്രിയാ ഉപകരണം വിതരണം ചെയ്തതിൻ്റെ വകയിൽ കോടികളാണ് വിതരണ കമ്പനിക്ക് ഈ ആശുപത്രിയിൽ നിന്ന് നൽകാനുള്ളത്. ശരി, അനഘ ഹർഷനും ശ്രീനന്ദയുമാണ് വിവരങ്ങൾ നൽകിയത്.